ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു ഫേസിൽ നമുക്ക് ഷെയ്ഡിങ് അത്യാവശ്യം ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഷെയ്ഡിങ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടെന്ന് തോന്നും. എങ്കിൽ പോലും നിങ്ങൾ അതുപോലെ ഷെയ്ഡിങ് ഒരുപാട് ചെയ്യേണ്ട. കാരണം ഈ ഒരു ഫോട്ടോയുടെ കളറിലുള്ള കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫോട്ടോയിൽ ഒരുപാട് ഷെയ്ഡിങ് ആയിട്ട് തോന്നുന്നത്. നമ്മൾ നോർമലായിട്ടുള്ളൊരു ഫോട്ടോ പോലെയല്ല നമുക്കത് കാണുന്നത്. കുറച്ച് എന്താ പറയണ്ടേ, കുറച്ച് കളറിങ് എല്ലാം മിക്സിങ് ആയിട്ട് ആ ഒരു ഫേസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഒരു ഇതുകൊണ്ടൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് ആ ഒരു ഫോട്ടോ കുറച്ചൊന്ന് ഇരുണ്ട് പോലെ തോന്നുന്നത് ഫേസ്. അപ്പോൾ നമ്മൾ ആ ഷെയ്ഡിങ് നമ്മൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷേപ്പ് തന്നെ മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് നമുക്ക് നല്ല രീതിക്ക് കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഷെയ്ഡിങ് ചെയ്യാണ്ട് അത്യാവശ്യത്തിന് മാത്രം ഒന്ന് ഷെയ്ഡിങ് ചെയ്ത് എടുത്താൽ മതി. മെയിനായിട്ട് ആ നെറ്റിയുടെ ആ രണ്ട് സൈഡിലായിട്ട് ഷെയ്ഡിങ് ഇച്ചിരി കട്ടിക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് കവിളിൻ്റെ ആ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ കണ്ണിൻ്റെ ആ ഒരു തൊട്ട് മുകളിലായിട്ട് വരുന്നുണ്ട്. കണ്ണും ആ പിരിക്കും കൊണ്ട് ചേരുന്ന ഭാഗത്ത് നല്ല കട്ടി ഷെയ്ഡിങ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ മൂക്കിൻ്റെ ഒരു സൈഡിലോട്ട് വരുന്നുണ്ട്. അപ്പം മൂക്കിൻ്റെ ഒരു സൈഡിലേക്ക് കട്ടിക്ക് വരുന്നുള്ളൂ. ഇങ്ങനെ സൈഡിലോട്ട് വരുന്ന സമയത്ത് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ മീശയുടെ തൊട്ട് മുകളിലായിട്ട് വരുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഷെയ്ഡിങ് ചെയ്യുക. ഷെയ്ഡിങ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നാൻ സാധ്യതയുണ്ട് തുടങ്ങുന്ന സമയത്തൊക്കെ. ഞാൻ പറയാനുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. ആ ഒരു വീഡിയോ ഈ ചാനൽ തന്നെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഫേസ് വരയ്ക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഓരോന്നും ഓരോ പാർട്ടായിട്ട് വരയ്ക്കാൻ പറയാറുണ്ട്. അതായത് നിങ്ങൾ കണ്ണ്, മൂക്ക്, ചെവി, ചുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രത്യേകം വരച്ച് പഠിക്കാമെന്ന് ഞാൻ പറയാറുണ്ട്.
അപ്പോൾ നിങ്ങൾ അങ്ങനെ വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ ഫേസ് ഒന്നിച്ച് വരയ്ക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് തെറ്റിപ്പോകാനായിട്ട് സാധ്യത വരിക. അതേസമയം നിങ്ങൾ കുറച്ച് നാളൊന്ന് ഓരോ പാർട്ടായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിന്നീട് ഫേസ് വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഫേസ് വരയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒന്നിച്ച് എല്ലാം കൂടെ വരയ്ക്കുന്ന സമയത്താണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വരച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് ആ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോ പാർട്ടായിട്ട് തിരിച്ച് വരയ്ക്കുക. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി. അങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റുകൾ ഒരുപാട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും പേപ്പർ സ്റ്റമ്പോ അല്ലെങ്കിൽ കോട്ടൺ ബഡ്സോ ടിഷ്യൂ പേപ്പറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ബ്ലെൻഡ് ചെയ്യണം, തീർച്ചയായും ബ്ലെൻഡ് ചെയ്യണം. എങ്കിലേ ആ ഒരു ഷെയ്ഡിങ് നല്ല രീതിയിൽ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ പറയാറുണ്ട് എല്ലാവരിക്കകത്തും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബ്ലെൻഡിങ് ടൂൾ എന്തെങ്കിലും ഒന്ന് വാങ്ങി വെച്ചേക്കുക. നിങ്ങൾക്ക് ഡ്രോയിങ്ങൊക്കെ തീർച്ചയായിട്ടും മുമ്പോട്ട് പഠിക്കുന്ന സമയത്ത് ആ ഒരു ടൂളൊക്കെ നിങ്ങൾക്ക് യൂസ് ആവും. അത്യാവശ്യം കുറച്ച് ടൂൾസൊക്കെ നിങ്ങൾ വാങ്ങി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ഡ്രോയിങ് മുമ്പോട്ട് പഠിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ടൂൾസ് വേണമല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസൊക്കെ നിങ്ങൾ വാങ്ങി വെക്കുക. ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വരയ്ക്കാൻ അത്യാവശ്യം നല്ലൊരു പെൻസിൽ വാങ്ങുക. പിന്നെ പേപ്പർ സ്റ്റമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷോ എന്തെങ്കിലും വാങ്ങി വെക്കുക ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഇറേസർ, പിന്നെ പെൻസിൽ, ഷാർപ്പനർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി. അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് ടൂൾസൊന്നും യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്ന കാര്യം ഈ ഒരു ചാനലിൽ തന്നെ കിടപ്പുണ്ട് അതിൻ്റെ വീഡിയോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വാങ്ങിയാലും മതി. അപ്പോൾ നമ്മൾ മുടിയുടെ ഭാഗങ്ങളൊക്കെ വരച്ച് കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെ മുടി വരയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ പെൻസിൽ, ഈ ഒരു ആർട്ട്ലൈൻ്റെ ഈ പെൻസിൽ ഇപ്പോൾ നമ്മൾ 10B ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. എന്നാൽ പോലും ആ മുടിക്കൊരു നല്ല കറുപ്പ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നലുണ്ട്. അപ്പം മിക്ക ഡ്രോയിങ്ങിലും ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. 10B എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് കിട്ടേണ്ട പെൻസിലാണല്ലോ. അപ്പം പക്ഷേ അത്രയ്ക്കൊരു ഡാർക്ക്നെസ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം
എന്തായാലും നോക്കിയിട്ട് ആ ഒരു ഫോട്ടോയിലുള്ള ആ ഒരു കറുപ്പ് എനിക്ക് ഈ ഒരു ഡ്രോയിങ്ങിൽ കിട്ടുന്നില്ല ആ മുടിയുടെ ഭാഗത്തൊന്നും. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് വരച്ച് കുറേ സമയം കൊണ്ട് ആ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് നല്ല ഡാർക്ക്നെസ് കിട്ടേണ്ടതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആർട്ട്ലൈൻ പെൻസിൽ വാങ്ങി നോക്കിയോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണോ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് പെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്കിനിയിപ്പം ഏതെങ്കിലും കുറച്ച് ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങി നോക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തൊക്കെ നോക്കാറുണ്ട്. അപ്പം ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ ഒരെണ്ണം വാങ്ങിയിട്ട് ഡ്രോയിങ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഇരിക്കുന്നത്. അപ്പം ആ ഒരു പെൻസിൽ ഞാൻ വാങ്ങുന്ന സമയത്ത് അത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് പെൻസിലായി ഉപയോഗിക്കുന്നെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനൊരു സമയത്ത് ക്യാമലിൻ്റെ ചാർക്കോൾ പെൻസിൽ ഒന്ന് വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഡാർക്ക്നെസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു പെൻസിൽ വാങ്ങി നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്കൊരു ഇത് തോന്നിയില്ല. വരച്ച സമയത്ത് ഒരു ഭയങ്കര റഫായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ പെൻസിൽ ഞാൻ പിന്നീട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പെൻസിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇനിയിപ്പം വാങ്ങി നോക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പെൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട്ലൈൻ്റെ ഒരു ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞ പെൻസിലുണ്ട്. അത് അത്യാവശ്യം ഡാർക്കുള്ള പെൻസിലാണെന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കത് വാങ്ങി വരച്ച് നോക്കിയാലേ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. നിങ്ങളാരെങ്കിലും ആ ഒരു പെൻസിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയുക. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരച്ച് തുടങ്ങിയ സമയത്തെന്ന് വെച്ചാൽ ഞാൻ അപ്സരയുടെ നോർമൽ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ച് തുടങ്ങിയത്. ഡ്രോയിങ് പെൻസിലൊന്നുമല്ല, നോർമൽ അപ്സരയുടെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലെ ആദ്യത്തെ വീഡിയോ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ആ ഒരു പെൻസിൽ ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ആർട്ട്ലൈൻ്റെ പെൻസിലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും ഇത് വാങ്ങുന്നതും അത് കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പെൻസിൽ നല്ല പെൻസിലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് ഈ പെൻസിൽ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പം ഈ പറഞ്ഞ അതൊക്കെ ഞാൻ കണ്ടിട്ട് തന്നെയാണ് ഈ പെൻസിൽ വാങ്ങിയത്. പിന്നെ വേറെ പെൻസിലൊന്നും ഞാനങ്ങനെ വാങ്ങി നോക്കിയിട്ടില്ല. ഒരുപാട് പെൻസിൽ നമുക്ക് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മുമ്പുള്ള സമയത്ത് വാങ്ങി ഉപയോഗിച്ച് നോക്കണം. നോക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ചാനൽ ഇടുന്നതായിരിക്കും, അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് പെൻസിൽ വാങ്ങണമെന്ന കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ ഭാഗം. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സമയം പോകുന്നതുകൊണ്ടാണ്. ഇപ്പം ഡ്രസ്സിൻ്റെ വർക്ക് ആകുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടൊന്നുമില്ല. ഡ്രസ്സ് നിങ്ങൾ ഈ രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ലൈൻസായിട്ട് വരച്ചെടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ആ ഡ്രസ്സിൻ്റെ ആ ഒരു ചുളിവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ കഴിവ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു കൈയുടെ ഭാഗം കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും.
അപ്പോൾ ഈ ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയറോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവർക്കൊക്കെ ഈ വീഡിയോ യൂസ് ആവും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.